ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അണ്ടർ ദി സ്കൈ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. അപ്പം എല്ലാവരും സ്കൂളിൽ കുട്ടികളെ വിട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ പ്രവേശനോത്സവത്തിൻ്റെ ചെറിയൊരു ഭാഗം മോളുടെ നഴ്സറിയിൽ UKG-യിലായി. ഇപ്പോൾ LKG-യിലായിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ UKG-യിലേക്കായി. 2 വർഷം ക്ലാസ് മാത്രമാണ് നഴ്സറിക്ക് ഇതപ്പുറത്ത് കൈരളി നഴ്സറി സ്കൂളിൽ. അപ്പം അവിടുത്തെ പ്രവേശനോത്സവത്തിൻ്റെ ചെറിയൊരു ഭാഗം ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പം എല്ലാവർക്കും ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് തന്നെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ, ആദ്യം കാലാകാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ, ആദ്യം തന്നെ കുട്ടികളെയും അമ്മമാരെയും കൂടി ഇതുപോലെ ഒരുമിച്ച് നിർത്തി ഒന്ന് ഒരു മംഗലത്തെ പീടിയുണ്ട്, ആ പീടിയൻ്റെ അടുത്ത് വരെ കൊണ്ടുപോയി അവിടുന്ന് തിരിച്ച് ഇതുപോലെ നടന്ന് കൈരളി നഴ്സറിയിലേക്ക് വരും. അതിനിടയ്ക്ക് നമ്മൾ ഉണ്ണിയേട്ടൻ്റെ ഓഡിറ്റോറിയം ഉണ്ട്. ആ ഓഡിറ്റോറിയത്തിൽ വെച്ച് എല്ലാവരെയും, അതാകുമ്പോൾ നല്ല സൗകര്യം, ഫോട്ടോ എടുക്കാനും എല്ലാം പറ്റും. അതുകൊണ്ട് തന്നെ കുട്ടികളെല്ലാം കൂട്ടിയിട്ട് ഓഡിറ്റോറിയത്തിൻ്റെ അടുത്തേക്ക് പോയി നമുക്ക് ആ സ്റ്റെയറിൻ്റെ അടുത്തുനിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. എന്തോ ഇപ്രാവശ്യം നല്ല കാലാവസ്ഥയായിരുന്നു. അല്ലെങ്കിൽ സ്കൂൾ തുറക്കുന്ന സമയത്ത് ഒരു ചാറ്റൽ മഴയോ അല്ലെങ്കിൽ നല്ലൊരു മഴയെങ്കിലും ഉണ്ടാവും. പക്ഷേ ഇപ്രാവശ്യം നല്ലൊരു കാലാവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ സ്കൂളിലേക്ക് പോകാനും എല്ലാം ഒരുങ്ങാനും എല്ലാം. പിന്നെ എനിക്ക് ദച്ചുവിൻ്റെ കാര്യത്തിൽ എന്താണെന്ന് വെച്ചാൽ, പഴയ കൂട്ടുകാർ കുറേ ആൾക്കാരില്ല, സ്കൂളിലേക്ക് ചേർന്നിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് വിഷമാവോ, കാരണം പഴയ ഫ്രണ്ട്സോ കാര്യങ്ങളോ ആൾക്കാരോ ഇല്ലാത്തത് കൊണ്ട് വിഷമാവോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. എല്ലാവരുമായിട്ടും നല്ല കമ്പനി തന്നെ. എന്ന് വെച്ചാൽ ഒരു ദിവസം ആദ്യമായിട്ട് കണ്ടതെങ്കിലും കൂടി നല്ല കമ്പനിയാണ് ഉണ്ടായത്. പിന്നെ പുതിയ കുട്ടികളാണെന്നോ മുമ്പേ ഉണ്ടായിട്ടില്ലാന്നോ അങ്ങനത്തെ ഒരു ഇതുമില്ല. അതുപോലെ അമ്മമാർക്കായാലും ഒരു മുൻപരിചയം ഇല്ലാത്ത ഒരു സ്ഥലത്ത് വന്നു എന്നില്ല, ആ ഒരു ഇതുമില്ല. എല്ലാവരുമായിട്ട് നല്ല മിംഗ്ലിംഗ് ആയിരുന്നു, നല്ല സപ്പോർട്ടും കാര്യങ്ങളെല്ലാം ആയിരുന്നു. അപ്പം പിന്നെ നമ്മൾ ഓഡിറ്റോറിയത്തിലോട്ട് പോയി. ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇതുപോലെ നല്ല സൗകര്യത്തിൽ തന്നെ നമുക്ക് ഫോട്ടോ എടുക്കാനും കാര്യങ്ങൾക്കെല്ലാം പറ്റി. നന്നായിട്ട് നിന്നു. അങ്ങനെ കരച്ചിലോ കാര്യങ്ങളോ കുഞ്ഞൊക്കെ ഉണ്ടായിട്ടില്ല, നന്നായിട്ട് നിന്നു. കാരണം എല്ലാവരും കൂട്ടുകൂടി നിൽക്കുന്നത് കൊണ്ട് തന്നെ. ചെറിയ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടായിരുന്നു, അതായത് അംഗൻവാടിയിൽ നിന്ന് നേരിട്ട് വന്നവരുണ്ടായിരുന്നു. പിന്നെ സ്കൂളിൽ ചേർക്കാതെ LKG UKG കഴിഞ്ഞ് അങ്ങനെ ചേർക്കാൻ വേണ്ടി. അപ്പോൾ കുഞ്ഞു മക്കൾ, ചെറിയ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ, പക്ഷെ അവർക്ക് അങ്ങനത്തെ ഒരു പരിചയക്കുറവോ കാര്യങ്ങളോ ഇല്ലാതെ നന്നായി നിന്നു. ചിരിക്കാൻ പറഞ്ഞപ്പോൾ നന്നായി ചിരിച്ച് ഫോട്ടോ ഒക്കെ എല്ലാം നിന്ന് തന്നു. അതുപോലെ ടീച്ചർ വന്ന് നിന്ന് അത് കുറച്ച് ഫോട്ടോസ് ഉണ്ട്, അത് ഞാൻ ലാസ്റ്റ് ഇടാം. ടീച്ചർ വന്ന് നിന്നതും പേരൻസ് നിന്നിട്ടുള്ള ഫോട്ടോസും അങ്ങനെ. അപ്പം നമുക്ക് പിന്നെ അത് പ്രവേശനോത്സവത്തിൻ്റെ പരിപാടികൾ തുടങ്ങി. ആദ്യം തന്നെ സ്വാഗത പ്രസംഗം ചെയ്തത് നമ്മളെ മധു ടീച്ചറാണ്. ടീച്ചറെ നമുക്ക് 37 വർഷമായിട്ടില്ല, 37 കൂടുതലേ വർഷമാവാൻ ചാൻസ് ഇല്ല. ഇത്രയും വർഷമായി ഇത് തുടങ്ങിയിട്ട് തന്നെ. അപ്പം പിന്നെ അത്രയും കുട്ടികൾ ഓരോ വർഷം കഴിയുന്തോറും കുട്ടികൾ കൂടിക്കൂടി വരുന്നു. അത്രയും നല്ലൊരു സപ്പോർട്ടീവ് നാട്ടുകാരായിട്ടായാലും കുട്ടികളാണെങ്കിലും നന്നായിട്ട് പഠിപ്പിക്കാനും കാര്യങ്ങളും. അതുകൊണ്ട് തന്നെ കുട്ടികൾ എപ്പോഴും കുറവായിട്ടോ ടീച്ചർക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് എപ്പോഴും ഉണ്ടാവാറില്ല. ഫസ്റ്റ് തന്നെ നമുക്ക് ടീച്ചർ സ്വാഗതം ചെയ്ത് സുബ്രഹ്മണ്യ മാഷും അതുപോലെ നമ്മുടെ മണിമാഷും രവി മാഷും പിന്നെ അതുപോലെ നമ്മുടെ നാരായണ മാഷും ഒക്കെ സംസാരിച്ചു. നമ്മളൊരു പാരൻ്റ് തന്നെയാണ് നന്ദി പറഞ്ഞിട്ടുണ്ടായതും. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം നമ്മൾ എല്ലാ വർഷവും പിന്നെ കേക്കോ അല്ലെങ്കിൽ ലഡുവോ പായസമോ അങ്ങനെ ഉണ്ടാകാറ്. എപ്പോഴും വേസ്റ്റ് ആവും. എന്ന് വെച്ചാൽ കുട്ടികളാണെങ്കിൽ അധികം പായസം കുടിക്കില്ല, കേക്കാണെങ്കിലും എപ്പോഴും ബാക്കി ഉണ്ടാവും. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ വെറൈറ്റി ആയിട്ട് മാറ്റിപ്പിടിച്ചു, ജിലേബി ആക്കിയതുകൊണ്ട് തന്നെ പാരൻസിനായാലും കുട്ടികൾക്കായാലും, കുട്ടികൾക്ക് കൂടുതൽ ഭയങ്കര ഇഷ്ടമായി. അത് ടീച്ചറിനെ വാങ്ങിച്ചു കൊണ്ടുവന്നു. ബലൂണൊക്കെ നമ്മൾ വന്നപ്പോൾ തന്നെ ഊതി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഓരോ കുട്ടികൾക്കും ഓരോ ബലൂൺ എന്നുള്ള രീതിയിലെടുത്ത് ബാക്കി ബലൂൺ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ അതിനുശേഷം നമ്മൾ ജിലേബി കൊടുക്കാൻ വേണ്ടിയിട്ട് നിന്നു. ടീച്ചർ തന്നെ എല്ലാ കുഞ്ഞുങ്ങൾക്കും കൊടുക്കുകയും ചെയ്തു. കാരണം ടീച്ചർക്ക് അതെല്ലാം ഭയങ്കര സന്തോഷമാണ്. അതെല്ലാ ടീച്ചർമാർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പം പിന്നെ എല്ലാവർക്കും നേരിട്ട് കൊടുത്ത്, കുഞ്ഞുമക്കൾക്കും കൊടുത്ത്. പിന്നെ അങ്ങനെ വേസ്റ്റ് ആവുമോ, അല്ല കുട്ടികൾ കഴിക്കാണ്ടിരിക്കുമോ, അമ്മമാർ കഴിക്കാതിരിക്കുമോ, അങ്ങനത്തെ ഒരു ഇതുമില്ല. നല്ല ഇതായിട്ട് കഴിഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് തന്നെ കുഞ്ഞുമക്കളുടെ പരിപാടിയും അത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഞാൻ ഇട്ട് കൊടുക്കാം. കുഞ്ഞുമക്കളുടെ കഥ, പാട്ട്, അതുപോലെ പ്രാർത്ഥന ഫസ്റ്റ് തന്നെ കഴിഞ്ഞു. മുമ്പത്തെ പുതിയ കുട്ടികളും കൂടി പാടി. അതായത് അവർക്കൊരു സ്റ്റേജിനോടുള്ള പരിചയക്കുറവോ ആൾക്കാരോടുള്ള പരിചയക്കുറവോ അങ്ങനെ ഒന്നുമില്ല. നല്ല സ്ട്രോങ്ങും നല്ല എനർജറ്റിക് ആയിട്ടുള്ള കുഞ്ഞുങ്ങളായിരുന്നു.
അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ അടിപൊളിയായിരിക്കും. എല്ലാ കാര്യത്തിനും പേരൻസിൻ്റെ സപ്പോർട്ടും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ നന്നായി കഴിഞ്ഞു, പ്രവേശനോത്സവം നന്നായി കഴിഞ്ഞു. അപ്പം വായനശാലേൻ്റെ ഇതിനായിട്ട് എല്ലാവരും സപ്പോർട്ടീവായിട്ട് നിന്നു. ഇതിൽ ഒന്നും ഞാൻ എഡിറ്റ് ചെയ്ത് കളയുന്നില്ല. കാരണം എന്താ വെച്ചാൽ കുഞ്ഞുമക്കളുടെ ആ ഒരു സന്തോഷം നമുക്കിപ്പം മെയിനായിട്ട് ഞാനിത് വീഡിയോ ആയിട്ട് ഇടുന്നതെന്ന് വെച്ചാൽ കുറച്ച് നാൾ കഴിഞ്ഞാലും നമുക്ക് ആ ഒരു മിസ്സാവാതെ ആ ഒരു മൊമെൻ്റൊക്കെ വീണ്ടും വീണ്ടും കാണാമല്ലോ എന്നില്ല ആ ഒറ്റ ഉദ്ദേശം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഞാനൊന്നും എഡിറ്റ് ചെയ്ത് കളയുകയോ ഒന്നും ചെയ്യുന്നില്ല. കുഞ്ഞുമക്കളുടെ പാട്ടുകളും എല്ലാം ബാക്ക്ഗ്രൗണ്ടായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം പ്രത്യേകിച്ച് അങ്ങനെ വേറെ പരിപാടികളോ കാര്യങ്ങളോ ഉണ്ടായില്ല. ഇവരെ പാട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ടൈമായിരുന്നു. പിന്നെ 1 മണി വരെ ടീച്ചർ ഇരുത്തിയിട്ടുണ്ടായിരുന്നു കുഞ്ഞോളെ. കാരണം അവർ തമ്മിൽ ഒരു പരിചയം കാണിക്കാനും. പറന്നു പോകും പറവകളെ എന്നച്ഛനെ കണ്ടെന്നാൽ ഒത്തിരി വേഗം തിരിച്ചു പോരാനൊന്നു പറയാം. Papa, പട്ടി കുട്ടിൻ്റെ വീട്ടിലേക്ക് അവിടെ എന്താ വിശേഷം? പട്ടി മഴ പെയ്യുന്നു, ഇടിമുട്ടുന്നു, കാറ്റടിക്കുന്നു. അയ്യേ മഴ പെയ്യുന്നു, ഇടിമുട്ടുന്നു, കാറ്റടിക്കുന്നു. തീറ്റേ തേടി പോയെൻ്റമ്മ ഇതുവരാറ്റിനക്കര വിരുന്നു പോയെൻ്റച്ഛനും മണ്ണിൽ. പറന്നു പോവും പറവകളെ എൻ്റച്ഛനെ കണ്ടാർന്നോ? ഒത്തിരി വേഗം തിരിച്ചു പോരാനൊന്നു പറയാമോ? ഒന്നു പറയാമോ? Yes, Papa. Eating sugar, no, Papa. Telling lies, no, Papa. Open your mouth, ha, ha, ha. ചുവിൻ്റെ വീട്ടിൽ പച്ചമുളക് കൂട്ടി എത്തി നോക്കി ഓണമയേ ഓണമയേ ഓണപ്പിടിയോടാം നേരം പട്ടിക്കുട്ടിയുടെ വീട്ടിലേക്ക് അവിടെ എന്താ വിശേഷം? പട്ടിക്കുട്ടിയുടെ കല്യാണം. ചെക്കനെ വലിയ ജോലിയുണ്ടോ? അവനൊരു പോലീസ് നായാണ്.
അരുവി നാരി തരാം ചകിരി തരാം കൂടുണ്ടാക്കാൻ കൂടെ വരാം വെയിലല്ലേ മഴയല്ലേ തണലത്തിരിക്കാൻ സുഖമല്ലേ നീ വരുതേ പോകരുതേ നിഴൽ കിട്ടാതെ വലിയരുതേ. ഞാൻ ഇതിനൊന്നും വോയിസ് ഓവർ കൊടുക്കാതിരുന്നത് എൻ്റെ വോയിസ് ഓവറിനേക്കാളും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവുക കുട്ടികളെ ആ പാട്ടും കാര്യങ്ങളെല്ലാം സംസാരമില്ലായിരിക്കും, അതുകൊണ്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഓക്കെ, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. പട്ടത്ത് പാറ പാറ പൊട്ടിട്ട് പാറത്ത് കണ്ണ് കാണിട്ട് കണ്ണി കൊളിക്ക് കണ്ണി